പാലക്കാട് നിയമസഭാ മണ്ഡലത്തിന്റെ ജനപ്രതിനിധി എവിടെ എവിടെ എന്ന CPM-ന്റെയും BJP-യുടെയും ഒക്കെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായുള്ള ചോദ്യത്തിന് അന്ത്യം ആവാൻ പോവുകയാണ്. അതിന് മറുപടി നൽകിക്കൊണ്ട് പാലക്കാട് മണ്ഡലത്തിലെ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ പാലക്കാട് മണ്ഡലത്തിൽ എത്തുമെന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട പല വെളിപ്പെടുത്തലുകളും പുറത്തു വന്നതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടം വീട്ടിൽ തന്നെ കഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത്. അദ്ദേഹം മണ്ഡലത്തിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുകയും രാഹുലിനെതിരെ CPM-ഉം BJP-യും വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിടുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. സൈബർ ഇടങ്ങളിൽ രാഹുലിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളും അധിക്ഷേപങ്ങളും ഒക്കെ തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ആടുജീവിതം എന്ന് പറയുന്ന സിനിമയെ ആസ്പദമാക്കിക്കൊണ്ട് വീട് ജീവിതം എന്ന് കളിയാക്കിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പോസ്റ്ററുകളൊക്കെ തന്നെ ഈ പറയുന്ന സൈബർ കമ്മികളും ഈ സംഖ്യകളും ഒക്കെ തന്നെ ഇറക്കിയത്. അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കെല്ലാം വിരാമമാവുകയാണ്. ഏറെ നാളത്തെ വിവാദങ്ങൾക്കൊടുവിൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം നിയമസഭാ മണ്ഡലത്തിലേക്ക് എത്തുന്നു എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നാളെ അദ്ദേഹം എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന് മുന്നോടിയായിട്ടാണ് ഈ നിയമസഭാ സമ്മേളനം തുടങ്ങിയ ആദ്യ ദിനത്തിൽ അദ്ദേഹം നിയമസഭയിൽ എത്തിയത് എന്ന് അന്ന് തന്നെ വിലയിരുത്തപ്പെട്ടിരുന്നു. അത് ഏതാണ്ട് ശരിവെക്കുന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തു വരുന്നത്. രാഹുലുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത് അദ്ദേഹം ഈ നാളെ, അതായത് ശനിയാഴ്ച മണ്ഡലത്തിലേക്ക് എത്തും. സാധാരണ എല്ലാ MLA-മാരും അങ്ങനെയാണ്. നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ സഭാ സമ്മേളനം ചേരും. അതിനുശേഷം വെള്ളിയാഴ്ച വൈകിട്ടോടുകൂടി എല്ലാവരും അവരവരുടെ മണ്ഡലങ്ങളിലേക്ക് തിരികെ പോകും. ശനി ഞായർ ദിവസങ്ങളിൽ മണ്ഡലത്തിൽ മുഴുവൻ സമയം ഉണ്ടാകും. അതിനുശേഷം വീണ്ടും ഞായറാഴ്ച വൈകിട്ടോടെയോ അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലെയോടോ കൂടി വീണ്ടും സഭാ സമ്മേളനം ഉണ്ടെങ്കിൽ അവർ സഭയിലേക്ക് എത്തുകയാണ് പതിവ്. അത്തരത്തിൽ രാഹുൽ ഈ സമ്മേളനത്തിന്റെ ആദ്യ ദിനം മാത്രമാണ് സഭാ സമ്മേളനത്തിൽ പങ്കെടുത്തത്. അന്ന് ചരമോപചാരമായിരുന്നു. അതിനുശേഷമുള്ള ദിവസങ്ങളിലൊന്നും തന്നെ അദ്ദേഹം സഭയിലേക്ക് എത്തിയില്ല. അതിന് പ്രത്യേക രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. രാഷ്ട്രീയമായ ഒരു നീക്കമായിരുന്നു അത്. കാരണം ഭരണപക്ഷത്തിനെതിരെ പ്രതിപക്ഷം പല നിർണായക വിഷയങ്ങളും ഉയർത്തി ആഞ്ഞടിക്കുമ്പോൾ രാഹുൽ സഭയിൽ ഉണ്ടാകുന്നത് പ്രതിപക്ഷത്തിന് ഒരു തിരിച്ചടിയാകും, അല്ലെങ്കിൽ ഭരണപക്ഷത്തിന് അതൊരു ആയുധമായി മാറും എന്ന് മനസ്സിലാക്കി അദ്ദേഹം സ്വയം എടുത്ത ഒരു തീരുമാനമായിരുന്നു സഭയിൽ നിന്നും വിട്ടുനിൽക്കുക എന്നത്. അങ്ങനെ അദ്ദേഹം വിട്ടുനിന്നു. ഇന്നും അദ്ദേഹം സഭയിൽ എത്തിയിട്ടില്ല. ഇനിയിപ്പോൾ നാളെ അദ്ദേഹം മണ്ഡലത്തിലേക്ക് എത്തി തന്റെ പരിപാടികളിലേക്ക് കടക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. ഇതിന് അവിടുത്തെ പ്രാദേശികമായ കോൺഗ്രസിന്റെ ഒക്കെ തന്നെ പിന്തുണ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ അണികളുടെയും മണ്ഡലത്തിലെ സാധാരണക്കാരായ പ്രവർത്തകരുടെയും ജനങ്ങളുടെയും വോട്ടർമാരുടെയും ഒക്കെ തന്നെ പിന്തുണ ഉണ്ട് എന്നും വിലയിരുത്തപ്പെടുന്നു. കാരണം അവരൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടുന്നത് സമാനമായ രീതിയിൽ വളരെ ഗൗരവമായ കേസുകൾ, ബലാത്സംഗ കേസുകൾ ഉൾപ്പെടെ ചേർത്തപ്പെട്ട പല MLA-മാരും മന്ത്രിമാരും ഒക്കെ തന്നെ ഇപ്പോഴും സജീവമായിട്ടുണ്ട്. അവരൊക്കെ മണ്ഡലങ്ങളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കേസുകളുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും ഇരകൾ അദ്ദേഹത്തിനെതിരെ പരാതിയുമായിട്ട് രംഗത്തെത്തിയിട്ടില്ല, പരാതി കൊടുത്തിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തിനങ്ങനെ മണ്ഡലത്തിലെത്താതെ ഒഴിഞ്ഞു മാറി നിൽക്കണം? മണ്ഡലത്തിൽ നിരവധി വിഷയങ്ങളുണ്ട്, വികസന പ്രവർത്തനങ്ങളുണ്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അതിന് മുന്നോടിയായിട്ട് അവിടെ നടത്തേണ്ട പല പ്രവർത്തനങ്ങളുമുണ്ട്. അതൊക്കെ തന്നെ തടയിട്ടുകൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വിജയം നിഷേധിക്കുക എന്നതാണ് BJP-യും CPM-ഉം ലക്ഷ്യമിടുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ അത് ജനപ്രതിനിധിയെ അവിടെ എത്താതെ തടയുകയാണെങ്കിൽ അവിടെ മറ്റ് പ്രവർത്തനങ്ങളൊന്നും തന്നെ നടക്കത്തില്ല. മണ്ഡലത്തിന് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാനാകുകയില്ല, ജനങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാനാവുകയില്ല. അങ്ങനെ വരുമ്പോൾ ജനങ്ങളെല്ലാം കോൺഗ്രസിന് എതിരാകും. അടുത്ത തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ട് കോൺഗ്രസിനെതിരെ ഒരു പ്രചരണം നടത്തുക, അങ്ങനെ അവിടെ വിജയിച്ചെടുക്കുക എന്നതാണ് BJP-യും CPM-ഉം ലക്ഷ്യമിടുന്നത്. കാരണം BJP-ക്ക് അവിടെ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. അവിടെ അവര് ജയത്തിന് തൊട്ടടുത്ത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വന്നുവെങ്കിലും ഷാഫി പറമ്പിലിനോട് ശ്രീധരൻ അവിടെ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലും രാഹുൽ മാങ്കൂട്ടം അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ BJP-യുടെ C കൃഷ്ണകുമാർ ആയിരുന്നു സ്ഥാനാർത്ഥി. അവിടെയും ആ സമയത്തും കോൺഗ്രസിനെ തോൽപ്പിക്കാൻ കഴിയും, അല്ലെങ്കിൽ തങ്ങൾ അവിടെ അട്ടിമറി വിജയം നേടുമെന്ന് BJP വലിയ വായിലൊക്കെ തന്നെ വാചകം അടിച്ചുവെങ്കിലും അവസാനം റിസൾട്ട് വന്നപ്പോൾ ഏതാണ്ട് 18,000-ലധികം വോട്ടുകൾക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചത്. മറുവശത്ത് CPM-ന്റെ സ്ഥിതി കഴിഞ്ഞ കുറെ തെരഞ്ഞെടുപ്പുകളായിട്ട് അവിടെ വലിയ കഷ്ടത്തിലാണ്. ഏറ്റവും ഒടുവിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഈ പറയുന്ന ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിന്റെ ചുമതലയുണ്ടായിരുന്ന SP സരിൻ അദ്ദേഹം സീറ്റ് നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് മറുകണ്ഠം ചാടിപ്പോയി. അദ്ദേഹത്തെയാണ് CPM അവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. എങ്കിൽ പോലും അവിടെ 3-ാം സ്ഥാനം കൊണ്ട് CPM-ന് തൃപ്തിപ്പെടേണ്ടി വന്നു. കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ CPM അവിടെ 3-ാം സ്ഥാനത്ത് തന്നെയാണ്. BJP-ക്കും പിന്നിലാണ് CPM-ന്റെ ഒരു സ്ഥാനം. അതുകൊണ്ട് ഈ അവസരം മുതലെടുത്ത്
മുതലെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഈ വികാരം മുതലെടുത്തുകൊണ്ട് അദ്ദേഹത്തെ ഈ മണ്ഡലത്തിൽ വരാൻ അനുവദിക്കാതെ തടഞ്ഞു നിർത്തിക്കൊണ്ട് അത് പാർട്ടിക്കെതിരായിട്ടുള്ള കോൺഗ്രസിനെതിരായിട്ടുള്ള ഒരു പ്രചരണായുധമാക്കി അവിടെ ജയിച്ചു കയറാമെന്നുള്ള വ്യാമോഹത്തിലാണ് BJPയും CPMഉം എല്ലാം ഉള്ളത്. എന്നാൽ അതിനൊക്കെ തന്നെ തടയിടുക എന്നതാണ് ഇപ്പോൾ കോൺഗ്രസും അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ഉന്നയിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം പറയുന്നത് പോലെ ഈ മണ്ഡലത്തിലെത്തി അവിടെ സജീവമായിട്ടുള്ള ഇടപെടലുകളുമായിട്ട് മുന്നോട്ട് പോവുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. അതിനുള്ള നീക്കങ്ങൾ ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട്. എന്തായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എത്തുകയാണെങ്കിൽ അത് CPMനും BJPക്കും കനത്ത തിരിച്ചടിയാകും. രാഹുലിനെ അവിടെ മണ്ഡലത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നാണ് DYFIയുടെ അവിടുത്തെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ വെല്ലുവിളിച്ചിരിക്കുന്നത്. സമാനമായ രീതിയിലാണ് BJPയുടെ ജില്ലാ അധ്യക്ഷനും മറ്റു നേതാക്കളും ഒക്കെ തന്നെ രാഹുലിനോട് വെല്ലുവിളി നടത്തിയിരിക്കുന്നത്. അവിടെ എത്തിയാൽ അനുവദിക്കില്ല, അവിടെ കാലുകുത്താൻ അനുവദിക്കത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങൾ അവിടെ അരങ്ങേറും. അതിനുള്ള തയ്യാറെടുപ്പുകൾ അവിടെ ഈ പറയുന്ന CPMഉം BJPയും നടത്തുന്നുണ്ട്. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ അവിടേക്ക് ഇറങ്ങാനാണ് രാഹുൽ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം രാഹുല് ശബരിമല ദർശനം നടത്തി അത് വലിയ വാർത്തയാവുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നത്. അതിന് പിന്നാലെയാണ്, അയ്യപ്പന്റെ അനുഗ്രഹം തേടിയതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ മണ്ഡലത്തിലേക്ക് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നതും എന്നത് ശ്രദ്ധേയമാണ്.